മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ മത്സരിക്കുന്നു. രണ്ടും തമ്മിൽ വലിയ സംഘട്ടനം നടക്കുകയാണ്. രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ്. ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂടുകൊടുപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന സന്ദർഭമാണ്. സീതി ഹാജി അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ്ങ് തകർത്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു, റിപ്പോർട്ട് വന്നു. റിസൾട്ട് വന്നപ്പോ 2700 ചുല്ലാനം വരുന്ന വോട്ടിന് ബഹുമാനപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ, ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ, മുസ്ലിം ലീഗിനെതിരായി നിന്ന ആറ്റക്കോയത്തങ്ങൾ അവിടെ വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ബി പോക്കർ സാഹിബ് തോറ്റു. ആ തോറ്റ സാഹചര്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പഠിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ്. ചരിത്രം പഠിക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാഭാവം നൽകിയതിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വരക്കൽ ബാഅലവി മുല്ലക്കോയത്തങ്ങളുടെ വീട്ടിൽ വളർന്ന, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ തർബിയത്തിന്റെ പരിലാളന ഏറ്റു വളർന്ന ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുന്നിൽ നിന്നിട്ട് ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ബി പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തിയത്. പാർട്ടി ഇതിനെ കുറിച്ച് പഠിച്ചു. പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ, ഈ സയ്യിദിനെ കൂടെ നിർത്തിയെങ്കിലാണ് നമുക്കിവിടെ വളക്കൂറുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സയ്യിദായ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായപ്പോഴാണ് നമ്മൾ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന അഭിമാനകരമായ അസ്തിത്വം എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂമിക പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ആ രാഷ്ട്രീയ സംഘശക്തിയെ പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ PMS പൂക്കോയത്തങ്ങൾ. PMS പൂക്കോയത്തങ്ങളുടെ രാഷ്ട്രീയം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ ഇടപെടൽ. തങ്ങൾ പറഞ്ഞു, തങ്ങളെ PMS പൂക്കോയത്തങ്ങളെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളാണ്. എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിപേരുണ്ടായത് എന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ പഠിക്കണം. കാരണം ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി ഭൂമികയൊരുക്കി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ ശക്തിത്രയങ്ങളെ 3 തട്ടിലാക്കിയിട്ട് കാര്യം നേടാമെന്ന് ഏതെങ്കിലും വിദഅികളുടെ ആചാരം പറ്റിയവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ മുൻപിൽ നിൽക്കാൻ SKSSF പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. എന്ന ബഹുമാനപ്പെട്ട പാണക്കാട് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്ന PMS പൂക്കോയത്തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു വാക്കുണ്ട്. സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സംഘടനയാണോ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എങ്കിൽ അഖില അകലെ. ആ ഒരൊറ്റ വർത്തമാനം കൊണ്ട് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ സുന്നി പരിസരത്ത് നിന്ന് നാമാവശേഷമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിൽക്കാലത്ത് അവിടുത്തെ സീമന്തപുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സമസ്തക്ക് സമാന്തരം നിന്നുകൊണ്ട് വിഘടനവാദം ഉയർത്തി വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് താൻ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിന്റെ ഒപ്പം നിന്ന മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമുക്കറിയില്ലേ, വിഖ്യാതമായ ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെതിരെ വിധി പറഞ്ഞ നേരത്ത് അന്ന് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി മക്കളുടെയും ഉരുക്കുകോട്ടയായി കാവൽ തീർത്ത സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ അരികിലേക്കാണ് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയുടെ നേതാക്കൾ അടക്കം ചെന്നുകൊണ്ട് പറയുന്നത്, തങ്ങളെ ആലുവ ത്വരീഖത്തിന്റെ വിഷയത്തിൽ സമസ്ത എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, തങ്ങളൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട്, രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി, മതത്തിന്റെ കാര്യം നോക്കാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടെന്ന് ഉറക്കെ പറഞ്ഞ ആർജവത്തിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. മാത്രമല്ല നമ്മുടെ പരിസരത്ത് വയനാട് ജില്ലയിലെ വിഖ്യാതമായ യതീംഖാനയുടെ ജനറൽ ബോഡി യോഗം നടക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കയറി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അതേപടി ഞാൻ എടുത്ത് നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി
സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്തയെ അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആദർശം മുറുകെ പിടിച്ച പാരമ്പര്യമാണ് പാണക്കാട് തറവാട്ടിന്റെ പാരമ്പര്യം, സമസ്തക്കൊപ്പം നിന്ന പാരമ്പര്യം. നമുക്കറിയാമല്ലോ, ഐതിഹാസികമായ 90ാമത് വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോ രോഗഗ്രസ്തനായിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ എത്ര ആവേശത്തോടെയാണ് ഉമ്മത്തിനെ നോക്കിയിട്ട് പറഞ്ഞത്, സമസ്ത ഒന്നേയുള്ളൂ, സമസ്തക്ക് പകരം നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് തന്റെ ആദർശം ഉറക്കെ വിളിച്ചു പറഞ്ഞ സമസ്തയുടെ പാരമ്പര്യത്തിന്റെ ഒപ്പം നിന്ന മഹിതമായ പൈതൃകത്തിന്റെ ഇങ്ങേ തലക്കല കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. SKSSF എന്ന് പറയുന്ന പഞ്ചാക്ഷരി പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് വന്നത്. ഇന്ന് ഈ കാണുന്ന നിലക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപിൽ നിന്നുകൊണ്ടൊരു 10 പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ ഈ കാണുന്ന വിഖായ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ അഭിമാന പുരസ്സരം സന്നദ്ധ സേവന ഭീതികളിൽ സാന്ത്വനത്തിന്റെ നീലച്ചിറകുകളുമായി കടന്നു വരുന്ന ഈ ഒരു പറയെ നമുക്ക് ബഹുമാനപ്പെട്ടവരല്ലേ സമർപ്പിച്ചു തന്നത്. അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, ഞങ്ങൾക്കാരും പാണക്കാട് വിരുദ്ധത ഞങ്ങളിൽ ആരോപിക്കേണ്ടതില്ല. കാരണം അഹ്ലു ബൈത്ത് കർബലയിൽ മുറിഞ്ഞുപോയി എന്ന ഗീർവാണം മുടക്കുന്നവരുടെ ആചാരം പറ്റി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ട്രക്ചർ പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും രണ്ടു തട്ടിലാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അവർക്കെതിരെ ശക്തമായ പടയോട്ടം നടത്തി SKSSF പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ സമ്മേളനം സാക്ഷിയാക്കി പറയുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തി. നമ്മളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലം, അതിന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. 1920കളിൽ നടന്ന മലബാർ കലാപം മുസ്ലിം ഉമ്മത്തിന് സംബന്ധിച്ച സംഭാവന ചെയ്ത വേദനകൾ, യാതനകൾ, രക്തരൂക്ഷിതമായ വിപ്ലവം നടന്ന കാലത്ത് വാഗൻ ട്രാജഡി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി, ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായം മരുംകൊല ചെയ്യപ്പെട്ട് ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം, ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി, അബലകളായ സഹോദരിമാർ ഒരുപാട് ദുരന്തത്തിന്റെ മുഖങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ഉമ്മത്ത് വല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ കാലം. അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനം എന്ന് നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ആ വിപ്ലവത്തിന് വേണ്ടി മുന്നിൽ നിന്നത്. എന്നാൽ എല്ലാം തകർക്കപ്പെട്ട് പ്രയാസത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം വല്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന നേരത്ത്, ദേശീയ പ്രസ്ഥാനം മുസ്ലിങ്ങളെ കൈവിട്ട നേരത്ത് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ മലബാർ സമരത്തെ അവർ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാതിരിക്കുകയും ഇതിന്റെ എല്ലാ പാപഭാരങ്ങളും മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത്, അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ 1926 രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 6ാമത് വാർഷിക മഹാസമ്മേളനം ഫറോക്കിൽ വെച്ച് നടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ്. 15 പ്രമേയങ്ങളിൽ ഒന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്തരൂക്ഷിതമായ വിപ്ലവത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി മാറിയ ദേശീയ പ്രസ്ഥാനത്തെ ഇതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈപിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൃതദേഹത്തിൽ നിന്ന് പേനരിച്ചിറങ്ങി പോരുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം സമുദായം ഒന്നടങ്കം വിട്ടുനിന്നു എന്നത് ചരിത്രമാണ്. സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ, സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചത് സമുദായത്തിന്റെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അത് വാചാ കർമ്മണ സ്വീകരിക്കാൻ ഉമ്മത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് 1933 ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും. ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയുടെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി 1948 മാർച്ച് 10 നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട സൂഫി വര്യനായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം കേരളീയമായി അനുബന്ധം ചേർന്ന് നിൽക്കുന്ന നമ്മൾ കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ
തുടങ്ങിയ കാലം, അന്ന് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടക്കുന്ന ഒരു കാലം. ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് ബി പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ മത്സരിക്കുന്നു. രണ്ടും തമ്മിൽ വലിയ സംഘട്ടനം നടക്കുകയാണ്. രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ്. ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂടുകൊടുപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അണിനിരന്ന സന്ദർഭമാണ്. സീതി ഹാജി അടക്കമുള്ള നേതാക്കൾ അവിടെ അരങ്ങ് തകർത്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു, റിപ്പോർട്ട് വന്നു. റിസൾട്ട് വന്നപ്പോ 2700 ചുല്ലാനം വരുന്ന വോട്ടിന് ബഹുമാനപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ, ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ, മുസ്ലിം ലീഗിനെതിരായി നിന്ന ആറ്റക്കോയത്തങ്ങൾ അവിടെ വിജയം ശ്രീലാളിതനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ബി പോക്കർ സാഹിബ് തോറ്റു. ആ തോറ്റ സാഹചര്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പഠിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ്. ചരിത്രം പഠിക്കണം നമ്മൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാഭാവം നൽകിയതിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വരക്കൽ ബാഅലവി മുല്ലക്കോയത്തങ്ങളുടെ വീട്ടിൽ വളർന്ന, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ തർബിയത്തിന്റെ പരിലാളന ഏറ്റു വളർന്ന ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുന്നിൽ നിന്നിട്ട് ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ബി പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തിയത്. പാർട്ടി അതിനെ കുറിച്ച് പഠിച്ചു. പാർട്ടിക്ക് മനസ്സിലായി ഈ സുന്നി പാരമ്പര്യത്തിൽ വന്ന ഈ പണ്ഡിതനെ, ഈ സയ്യിദിനെ കൂടെ നിർത്തിയെങ്കിലാണ് നമുക്കിവിടെ വളക്കൂറുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സയ്യിദായ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായപ്പോഴാണ് നമ്മൾ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന അഭിമാനകരമായ അസ്തിത്വം എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ കേരളീയ രാഷ്ട്രീയ ഭൂമിക പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ആ രാഷ്ട്രീയ സംഘശക്തിയെ പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ PMS പൂക്കോയത്തങ്ങൾ. PMS പൂക്കോയത്തങ്ങളുടെ രാഷ്ട്രീയം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ ഇടപെടൽ. തങ്ങൾ പറഞ്ഞു, തങ്ങളെ PMS പൂക്കോയത്തങ്ങളെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളാണ്. എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിപേരുണ്ടായത് എന്നതിനെ കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം. കാരണം ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി ഭൂമികയൊരുക്കി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് കുടുംബത്തെയും ഈ ശക്തിത്രയങ്ങളെ 3 തട്ടിലാക്കിയിട്ട് കാര്യം നേടാമെന്ന് ഏതെങ്കിലും വിദഅികളുടെ ആചാരം പറ്റിയവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ മുൻപിൽ നിൽക്കാൻ SKSSF പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. ആ PMS പൂക്കോയത്തങ്ങൾ കടന്നു വന്നപ്പോഴാണ് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിക്ക് കൂടുതൽ അടിവേരുണ്ടാകുന്നത്. ഏത് പൂക്കോയത്തങ്ങൾ? ആ വട്ടമേശ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലേ? ആ വട്ടമേശക്ക് ചുറ്റും തങ്ങളുടെ ആവലാദികളും വേവലാദികളും ഇറക്കി വെക്കാൻ, തങ്ങളുടെ പ്രയാസങ്ങളുടെ ഭാണ്ഡകൾ ഇറക്കി വെക്കാൻ അവിടെ കുന്നുകൂടിയ ആ ബാലവൃദ്ധം സുന്നി മക്കൾ ബഹുമാനപ്പെട്ട PMS പൂക്കോയത്തങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്ന ആ ഒരു നിലനിൽപ്പിലേക്ക് നമ്മൾ മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശക്തിത്രയങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ SKSSF സന്നദ്ധമല്ല എന്നൊരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പാണക്കാട് പ്രേമം വിളമ്പുന്ന കുറെ ആളുകളുണ്ട്. വല്ലാതെ നെഞ്ചു പൊട്ടിപ്പോയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കോഴിക്കോട് സമ്മേളനം നടന്നപ്പോൾ നമ്മൾ കേട്ടില്ലേ, സമസ്തയുടെ കേന്ദ്ര മുസാബറാംഗം പങ്കുവെച്ച ഒരു വാക്ക്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചു പോകാൻ വേണ്ടി ദുആ ചെയ്ത ഒരു മനുഷ്യനെയും അയാളുടെ കൂടെ നിൽക്കുന്ന ശിങ്കിടികളെയും നമ്മൾ കേട്ടില്ലേ? ഈ കൂടിയിരിക്കുന്ന നീലമാമലകളുടെ ഈ മുകളിലുള്ള കേരളത്തിലല്ല, മലപ്പുറത്തല്ല, കോഴിക്കോട്ടല്ല, ഈ നീലഗിരിയുടെ ഈ മുക്കുമൂലകളിൽ ഒഴുക്കുന്ന നമ്മുടെ ഹൃദയം പോലും പൊട്ടിപ്പോയില്ലേ? നമുക്കങ്ങനെ കരുതാൻ കഴിയുമോ? മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സുൽത്താനായിരുന്നില്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? ആ മനുഷ്യൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്തവരാണ് ഇന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെയും സമസ്തയെയും
പാണക്കാട് കുടുംബത്തെയും ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ SKSSF-ന് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരും അതിന് സന്നദ്ധമായാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ആദരണീയരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പാണക്കാട് കുടുംബം, അവർ ഖാദിയായി നേതൃത്വം നൽകുന്ന മഹല്ലുകളുടെ കൂട്ടായ്മയാണ് ഖാദി ഫൗണ്ടേഷൻ, പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ. പാണക്കാട് കുടുംബത്തെ ഖാദിയായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയായി ബൈഅത്ത് ചെയ്തവരാണ് നമ്മൾ. പാണക്കാട് കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയവരാണ് നമ്മൾ. അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച സിരകളിൽ ഓടുന്ന രക്തത്തിന് സമാനമായി കൊണ്ടു നടന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബം ഖാദിയായി ഏകോപനത്തിൽ പോകുന്ന മഹല്ലുകളിൽ ചിത്രതയുണ്ടാക്കാൻ സമസ്തക്കാരന് സാധിക്കില്ല, SKSSF-കാരന് സാധിക്കില്ല. എന്നാൽ ആ പാണക്കാട് കുടുംബത്തെ മറയാക്കിക്കൊണ്ട് ആരെങ്കിലും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാൽ, എന്ന് മനസ്സുവെച്ചാൽ, അവർക്കെതിരെ കയ്യും കെട്ടി നോക്കുന്ന പ്രശ്നമില്ല എന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇവിടെ ആരാണ് പാണക്കാട് ഖാദി ഫൗണ്ടേഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നവരെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? നിലനിൽപ്പിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണവർ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സോഷ്യൽ മീഡിയ കോലായയിൽ വലിച്ചു കീറുന്നതിന് വേണ്ടി, അവിടുത്തെ അഭിമാനം പിച്ചു ചീന്തുന്നതിന് വേണ്ടി ഒരു കാലത്ത് വേഷം കെട്ടിയവർ ഇന്ന് അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോ, അത്തരക്കാർ വന്നുകൊണ്ട് ഒരു കാലത്ത് പാണക്കാട്ട തങ്ങന്മാരെ അവമതിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാര ദുർവിനിയോഗങ്ങൾക്കും വേണ്ടി അവരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കി വെക്കാനും SKSSF-ന് സാധിക്കും. അതുപോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഐക്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുണ്ടാക്കേണ്ടതാണ്. ഐക്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കുതന്ത്രങ്ങൾ മെനയുകയും ഒരു ഭാഗത്ത് ഐക്യത്തിന്റെ പാട്ടുപാടുകയും ചെയ്താൽ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്കറിയാമല്ലോ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതിനോടനുബന്ധിച്ച് ഇവിടെ കെട്ടിയ പതാകകൾ, ആ പതാകകൾക്കിടയിലാണ് സമസ്തയുടെയും SKSSF-ന്റെയും പതാക നമ്മൾ ഉയർത്തി കെട്ടിയത്. അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമെന്ന് ഇവിടെ ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ മനസ്സിലാകും ആരാണ് ഇവിടെ ഫിത്നക്ക് തിരികൊളുത്തുന്നതെന്ന്. അത് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അതുകൊണ്ട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വേദിയിലിരിക്കുന്നു. അഭിവന്യരായ പാണക്കാട്ടത്തങ്ങൾ, നമ്മുടെ നോവും നൊമ്പരവും അറിയുന്ന നേതാവ്. നമുക്കറിയാമല്ലോ, മനുഷ്യജാലിക നടക്കുന്ന സന്ദർഭം തുടക്ക കാലഘട്ടമാണ്. നമുക്ക് നേതൃത്വം നൽകി ജാഥ നയിക്കാൻ തങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂസലുമില്ലാതെ വന്ന തങ്ങൾ ഈ നാടിന്റെ മുക്കുമൂലകളിലെല്ലാം നടന്നു വന്ന് ആളുകളെ ക്ഷണിച്ച് മനുഷ്യജാലിക മഹാവിജയമാക്കി തന്ന പാണക്കാട്ട തങ്ങൾ, നീലഗിരിക്കാരുടെ സ്വന്തം തങ്ങൾ എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയുന്ന തങ്ങൾ, ഈ പാണക്കാട്ട തങ്ങളെ അനഭിമതനാണ്, അസ്വീകാര്യനാണ്, ഞങ്ങൾക്ക് പറ്റില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ അഹ്ലു ബൈത്തിന്റെ സ്നേഹം പഠിപ്പിച്ചിട്ട് SKSSF-കാർ പിന്നിൽ നിൽക്കൂ എന്നുകൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലപാടില്ലാത്ത ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളായി, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ആളായി, അവരെ കാണുമ്പോൾ അവരുടെ ആളായി, എല്ലാവരുടെ ഭാഗത്തും അവനവന്റെ ആളുകളായി അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർ നമുക്കിടയിൽ വന്നുകൊണ്ട് ക്ഷുദ്രജീവികളെ പോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, നിലനിൽപ്പിന് വേണ്ടി, ആമാശയത്തിന് വേണ്ടി ആശയം പണയം വെക്കുന്ന ആളുകളെ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവരെ തിരിച്ചറിഞ്ഞു കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. SKSSF അത് പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തേണ്ട സമയത്ത് ഇരുത്താൻ സംഘടന പ്രതിജ്ഞാബദ്ധമാണ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.